നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. പോലീസ് അതിക്രമങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുമുന്നണി യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. വീഴ്ചകൾ പർവ്വതീകരിച്ച് കാണിക്കാനാണ് ശ്രമമെന്ന് ആരോപിച്ച മുഖ്യമന്ത്രി പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചെന്നും വിശദീകരിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റായ ഒന്നും ഉണ്ടാകുന്നില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 പേർ കൂടി മരിച്ചതായി സ്ഥിരീകരണം. ഈ മാസം 12-ാം തീയതി നടന്ന തിരുവനന്തപുരം കൊല്ലം സ്വദേശികളുടെ മരണത്തിലാണ് സ്ഥിരീകരണം. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ വർഷം മരിച്ചവരുടെ എണ്ണം 19 തിരുവനന്തപുരത്ത് വള്ളക്കടവ് സ്വദേശിയായ 52-കാരിയും കൊല്ലത്ത് 91-കാരനുമാണ് മരണപ്പെട്ടത്. സംസ്ഥാനത്ത് ഇതുവരെ 62 പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ സ്ഥിരീകരണം. ഇന്നലെ 2 പേർ കൂടി രോഗം സ്ഥിരീകരിച്ചിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി ഇളക്കിയത് അന്വേഷണം വേണ്ട വിഷയമെന്ന് കേരള ഹൈക്കോടതി. സ്വർണ്ണപ്പാളി സംസ്ഥാനത്ത് പുറത്തേക്ക് കടത്താൻ സ്പോൺസർക്ക് അനുമതി നൽകിയ ബോർഡിന്റെ നടപടിയിലും കോടതി സംശയം രേഖപ്പെടുത്തി. 1999 സ്വർണം പൊതിഞ്ഞ പാളി 2019 ചെമ്പ് പൊതിഞ്ഞതായി മഹസർ രേഖകൾ ഉണ്ടെന്നും കോടതി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയ ഉപകരണക്ഷാമം മാറ്റാൻ കൂടുതൽ ഇടപെടൽ തുടങ്ങി ആരോഗ്യവകുപ്പ്. ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തൽ വിവാദമായതിന് പിറകെയാണ് നീക്കം. 2 കോടി രൂപ ചെലവിൽ മൂത്രാശയക്കല്ല് പൊടിക്കാനുള്ള ഉപകരണം വാങ്ങാനാണ് സർക്കാർ ഭരണാനുമതി നൽകിയത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിലെത്തിയേക്കും. ഞായറാഴ്ച വൈകിട്ട് വരെ മണ്ഡലത്തിൽ തുടരാനാണ് സാധ്യത. ആദ്യഘട്ടത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് BJPയുടെയും DYFയുടെയും തീരുമാനം. രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും സ്ത്രീകൾക്കുള്ള പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കുന്നു. ഈ ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം പള്ളിത്തുറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. കുടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിയിൽ പ്രവേശിച്ച ചേർത്തല സ്വദേശി അനുരാഗ് ഉച്ചയ്ക്ക് 2 മണിയോടെ രക്ഷിതാക്കൾക്കൊപ്പം എത്തിയാണ് അനുരാഗ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രാധേഷിന് മുമ്പാകെ ജോലിയിൽ പ്രവേശിച്ചത്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ദേവസ്വം ഓഫീസിൽ നിന്നുള്ള സത്യവാങ്മൂലവും എഴുതി ഒപ്പിട്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറുകയും ചെയ്തു. വഖഫ് നിയമ ഭേദഗതി ബിൽ ഭാഗികമായി സ്റ്റേ ചെയ്ത സുപ്രീം കോടതി നടപടി പ്രതീക്ഷ നൽകുന്നതെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് വഖഫ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വഖഫിന്റെ സുതാര്യതയും സ്വഭാവത്തെയും തകർക്കുന്നതും തയ്യാറാക്കിയ ഭേദഗതി ബില്ലിലെ ചില വകുപ്പുകൾ സ്റ്റേ ചെയ്ത നടപടി ഭരണഘടനാ അവകാശങ്ങളുടെ സംരക്ഷണത്തിനും ജനാധിപത്യ പോരാട്ടങ്ങൾക്കും കരുത്തു പകരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗതാഗത മന്ത്രി KB ഗണേഷ്കുമാറിന്റെ നിർദ്ദേശപ്രകാരം KSRTC സ്വന്തമായി ഗാനമേള ട്രൂപ്പ് ആരംഭിക്കുന്നു. പാട്ടിലും സംഗീതോപകരണങ്ങളിലും പ്രാവീണ്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ അംഗമാകാൻ സെപ്റ്റംബർ 29 അപേക്ഷ സമർപ്പിക്കാം. പ്രകടനങ്ങളുടെ വീഡിയോയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കൊല്ലം നിലമേൽ മാറാൻകുഴിയിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ബസ് മോശം അവസ്ഥയിലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഷോക്ക് അബ്സോർബർ ഇരുമ്പ് കമ്പി ഉപയോഗിച്ചാണ് കെട്ടിവെച്ച നിലയിലാണെന്നും റിപ്പോർട്ടുകൾ. സ്കൂളിന്റെ ഭാഗത്ത് അലംഭാവം ഉണ്ടായെന്ന് കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO AK ദിലു വ്യക്തമാക്കി. പത്തനംതിട്ട കോയിപ്ര മർദ്ദനക്കേസിൽ മുഖ്യപ്രതിയായ ജയേഷ് പോക്സോ കേസിലും പ്രതി. 2016 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഇയാൾ പ്രതിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഈ പോക്സോ കേസിൽ ജയേഷ് ജയിലിൽ കിടന്നിട്ടുണ്ട്. നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യപ്രതി ജയേഷിന്റെ ഫോണിലെ രഹസ്യ ഫോൾഡറുള്ള ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാണ്. പത്തനംതിട്ട കോയിപ്പ മർദ്ദനക്കേസിൽ കൂടുതൽ ഇരകളുണ്ടെന്ന സംശയത്തിൽ പോലീസ് ഇപ്പോഴുള്ള യുവാക്കളെ കൂടാതെ മറ്റ് 2 പേർ കൂടി മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ജയേഷും ഭാര്യ രശ്മിയും അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയ 2 പേരുടെ പരാതിയാണ് നിലവിൽ പോലീസിന്റെ മുന്നിലെത്തിയത്. അതേസമയം കേസിൽ പ്രതി രശ്മിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച വീഡിയോ കോൾ സിനിമാ രംഗങ്ങളെ വെല്ലുന്ന തരത്തിലുള്ളതാണെന്ന് പോലീസ് പറഞ്ഞു. മനസ്സിനെ മരവിപ്പിക്കുന്ന 10 മർദ്ദന വീഡിയോകളാണ് ഫോണിൽ നിന്ന് ലഭിച്ചത്. ജയിലിലേക്കുള്ള ലഹരി ഏറൽ മുഖ്യപ്രതി പിടിയിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലഹരി എത്തിക്കുന്ന ഒരാളെ കൂടി കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. അത്താഴക്കുന്ന് സ്വദേശി മജീഫാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം ജയിലിലേക്ക് ലഹരി എറിഞ്ഞു കൊടുക്കുന്നതിനിടെ പനങ്കാവ് സ്വദേശി അക്ഷയ് പിടിയിലായിരുന്നു. ഈ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് മജീഫ്. ഇയാൾ നിരവധി ലഹരി കേസുകൾ പ്രതിയാണെന്ന് പോലീസ് വിശദമാക്കുന്നു. നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണത്തിൽ ശക്തമായ നടപടി വേണമെന്ന് KPCC. ഇന്നലെ നടന്ന KPCC നേതൃയോഗത്തിലാണ് ആവശ്യം ഉയർന്നത്. സൈബർ ആക്രമണത്തിൽ പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം പേരൂർക്കടയിലെ വ്യാജമാല മോഷണ കേസിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അന്യായമായി തടവിൽ വെച്ച ബിന്ദു മനുഷ്യാവകാശ കമ്മീഷൻ രേഖാമൂലം നൽകിയ പരാതിയിലാണ് ആവശ്യം. സർക്കാർ ജോലി നൽകണമെന്നും പരാതിയിൽ അപേക്ഷയുണ്ട്. ബി അശോകനെ വിടാതെ സർക്കാർ വീണ്ടും സ്ഥലം മാറ്റം. കൃഷി വകുപ്പിൽ നിന്ന് PRDയിലേക്കാണ് മാറ്റിയത്. ട്രിബ്യൂണൽ ഉത്തരവ് മറികടന്നാണ് മാറ്റം. ട്രിബ്യൂണൽ കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് മാറ്റിയത്. ഡോക്ടർ ബി അശോകനെ
KTDFSC ചെയർമാനെ നിയമിച്ച സർക്കാർ നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. ഇതോടെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ B. അശോകന് തുടരാമായിരിക്കെയാണ് PRDയിലേക്ക് മാറ്റിയത്. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഹർജികൾ ഇന്നലെ ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷ ബെഞ്ചിന് മുൻപായി ഹർജിക്കാരനായ ഡോക്ടർ PS മഹേന്ദ്രകുമാറിന്റെ അഭിഭാഷകൻ MS വിഷ്ണു ശങ്കർ പരാമർശിച്ചു. ശനിയാഴ്ചയാണ് പരിപാടിയെന്നും അതിനാൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നും വിഷ്ണു ശങ്കർ ആവശ്യം ഉന്നയിച്ചു. ഇതോടെയാണ് കോടതി തീരുമാനം. പത്മശ്രീ ചെറുവയൽ രാമന്റെ വീട് സന്ദർശിച്ച പ്രിയങ്ക ഗാന്ധി MP വിശാലമായ നെൽവയൽ നടന്ന് കണ്ട് നാടൻ പാട്ടും കേട്ട് ചെറുവയൽ രാമന്റെ വീട്ടിൽ 2.5 മണിക്കൂറോളം പ്രിയങ്ക ഗാന്ധി ചിലവഴിച്ചു. 60ഓളം വിവിധയിനം വിത്തുകൾ കണ്ടും കൃഷികൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്ത പ്രിയങ്ക ഗാന്ധി MPക്ക് രാമൻ പാട്ടുപാടി നൽകി. രാമന്റെ കയ്യിലുള്ള ഗോത്രവർഗത്തിന്റെ പരമ്പരാഗത ആയുധമായ അമ്പും വില്ലും കൂടി പരീക്ഷിച്ചാണ് പ്രിയങ്ക ഗാന്ധി മടങ്ങിയത്. രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിലെ CCTVകൾ പ്രവർത്തിക്കാനായി ഓട്ടോമാറ്റിക് കൺട്രോൾ റൂമുകൾ അഭികാമ്യമെന്ന് സുപ്രീം കോടതി നിരീക്ഷണം. പോലീസുകാരുടെ സാന്നിധ്യമില്ലാതെ കൺട്രോൾ റൂമുകൾ തുറക്കാനുള്ള നിർദ്ദേശം നൽകുന്ന കാര്യം പരിഗണനയിലാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. തിങ്കളാഴ്ച ഇതിൽ വിശദമായ ഉത്തരവ് സുപ്രീം കോടതി പുറത്തിറക്കും. ഗുജറാത്തിലെ ജാംനഗർ റിലയൻസ് ഫൗണ്ടേഷൻ ഉടമസ്ഥയുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാരയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീം കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. വൻതാരയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടാണ് സമർപ്പിച്ചതെന്ന് PTI റിപ്പോർട്ട് ചെയ്യുന്നു. PMK പ്രസിഡന്റായി അൻപുമണി രാമോസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. അദാനി ഗ്രൂപ്പ് ഊർജ്ജ നിലയം സ്ഥാപിക്കാൻ ബീഹാറിൽ ഭഗൽപൂരിൽ കേന്ദ്ര സർക്കാർ 1050 ഏക്കർ ഭൂമി സമ്മാനമായി കൊടുക്കണമെന്നൊരുങ്ങ ആരോപണവുമായി കോൺഗ്രസ്. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ആസന്നമാണെന്ന തിരിച്ചറിഞ്ഞാണ് BJP ഇങ്ങനെ ചെയ്യുന്നതെന്നും കോൺഗ്രസിന്റെ മാധ്യമ പ്രചരണ വിഭാഗം മേധാവി പവൻ ഖേര വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. യാർലോങ് സാങ് പോ നദിയിൽ ചൈന അണക്കെട്ടിന്റെ പണി ആരംഭിച്ചതിന് പിന്നാലെ അരുണാചൽ പ്രദേശിന്റെ ദിബാങ്ങിൽ 278 മീറ്റർ ഉയരമുള്ള കൂറ്റൻ അണക്കെട്ടിന്റെ ജോലികൾ ഇന്ത്യയും തുടങ്ങി. ചൈനയുടെ പുതുതായി നിർമ്മിക്കുന്ന അണക്കെട്ടിൽ നിന്ന് പെട്ടെന്ന് വെള്ളം തുറന്നുവിട്ടാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ വെള്ളപ്പൊക്കമുണ്ടായേക്കും. ഈ ഭീഷണിയെ പ്രതിരോധിക്കാനാണ് അണക്കെട്ട് നിർമ്മാണം ആരംഭിക്കാൻ ഇന്ത്യയും തീരുമാനിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയെ ചുമതലയേറ്റ സുശീലക്കെതിരെ പ്രതിഷേധവുമായി ജെൻസി സമരക്കാരിലെ ഒരു വിഭാഗം തങ്ങളുമായി കൂടിയാലോചിക്കാതെ പ്രധാനമന്ത്രി പുതിയ മന്ത്രിമാരെ നിയമിച്ചാണ് ഇവരെ ചൊടിപ്പിച്ചത്. മ്യാൻമാറിലെ സംഘർഷ മേഖലയായ റാഖൈൻ സംസ്ഥാനത്ത് പട്ടാളം നടത്തിയ ബോംബാക്രമണത്തിൽ 19 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. ബോർഡിംഗ് സ്കൂളിലെ 15നും 19 ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടതെന്ന് UNICEF അറിയിച്ചു. ചൈന അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന സൈനിക കേന്ദ്രം സന്ദർശിച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയ ഇന്ന് ദോഹയിലെത്തും. ഇസ്രായേൽ സന്ദർശന ശേഷമാണ് മാർക്കോ റൂബിയ ഖത്തറിലേക്ക് പോവുക. അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടക്കുന്നതിനിടെയാണ് US വിദേശകാര്യ സെക്രട്ടറിയുടെ ദോഹ സന്ദർശന സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ദോഹയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ നിലപാട് പ്രഖ്യാപിക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ നിർണായക നിർദ്ദേശവുമായി ഇറാഖ്. ട്രംപിന്റെ തിരുവ പ്രഖ്യാപനത്തോടെ മരവിച്ച ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ വീണ്ടും തുടങ്ങുന്നു. ചർച്ചകൾക്കായി അമേരിക്കൻ മധ്യസ്ഥ സംഘം ഇന്നലെ രാത്രി ദില്ലിയിലെത്തി. വ്യാപാര ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. US ടിക്ടോക്ക് തുടർന്നും പ്രവർത്തിപ്പിക്കാൻ ചൈനയുമായി ധാരണയിലെത്തിയായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ. രാജ്യത്തെ യുവാക്കൾ സംരക്ഷിക്കാൻ ആഗ്രഹിച്ച ഒരു പ്രത്യേക കമ്പനിയുമായി ധാരണയിലെത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇതോടെ ടിക്ടോക്ക് വിഷയത്തിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ സമവായത്തിൽ എത്തിയെന്നാണ് സൂചനകൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനും UK പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള കടുത്ത ശത്രുതയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ പ്രതീക്ഷിച്ചേക്കാൾ സങ്കീർണമാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്നും ട്രംപ് പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.